ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 25 ആണ്. അതുപോലെ ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 21 ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സീരീസ് 21 ക്വസ്റ്റ്യൻസ് നോക്കാം. 20 വരെ കാണാത്തവർ കാണുക. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, starting resistance of a 3-point starter in DC motor is connected with starting resistance of a 3-point starter in DC motor is connected with parallel across the armature ആണോ, series with the armature ആണോ, parallel across the field winding ആണോ, series with the field winding ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, series with the armature. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇനി 4-point starter the protective resistor is connected in series with ഇനി 4-point സ്റ്റാർട്ടറിൽ ദ പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഓവർലോഡ് കോയിലാണോ, നോ വോൾട്ട് കോയിലാണോ, ആർമേച്ചർ ആണോ, ഷണ്ട് ഫീൽഡ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, നോ വോൾട്ട് കോയിൽ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ലാമിനേറ്റഡ് കോർ ഇൻ ട്രാൻസ്ഫോമർ? ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടു റെഡ്യൂസ് എഡി കറണ്ട് ലോസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടോപ്പ് ഫ്ലോട്ട് സ്വിച്ച് ഓഫ് ബുഷേഴ്സ് റിലേ ഇൻ ട്രാൻസ്ഫോമർ? ഓക്കെ, ടു ആക്ടിവേറ്റ് ഇൻ മോയ്സ്ചർ പ്രസൻസ് ആണോ, ആക്ടിവേറ്റ് അറ്റ് ഓവർലോഡിംഗ് കണ്ടീഷൻ ആണോ, ആക്ടിവേറ്റ് അറ്റ് ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷൻ ആണോ, അതോ ആക്ടിവേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ആക്ടിവേറ്റ് അറ്റ് ഓവർലോഡിംഗ് കണ്ടീഷനിൽ. ഓവർലോഡ് കണ്ടീഷനിലാണ് ഈ ഫ്ലോട്ട് സ്വിച്ച്, ടോപ്പ് ഫ്ലോട്ട് സ്വിച്ച്, ബുഷേഴ്സ് റിലേയിലുള്ള ടോപ്പ് ഫ്ലോട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ എറർ ഇൻ റീഡിംഗ് ഓഫ് എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ്? അങ്ങനെ നമുക്ക് എറർ റെഡ്യൂസ് ചെയ്യാം. യൂസിങ് തിൻ ലാമിനേറ്റഡ് കോർ ആണോ, പ്രൊവൈഡിങ് ലോങ് മാഗ്നറ്റിക് പാത്ത് ആണോ, യൂസിങ് ഹൈ ഫ്ലെക്സ് ഡെൻസിറ്റി മെറ്റീരിയൽ ആണോ, പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി കോർ മെറ്റീരിയൽ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ബൈ പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി കോർ മെറ്റീരിയൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കണ്ടീഷൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ പാരലൽ ഓപ്പറേഷൻ ഓഫ് ടു ട്രാൻസ്ഫോമേഴ്സ്? പാരലൽ ഓപ്പറേഷൻ ഓഫ് ടു ട്രാൻസ്ഫോമേഴ്സ് ഏത് കണ്ടീഷൻ ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഫേസ് സീക്വൻസ് ആണ്. ഓക്കെ, ഏതാണ്? ഫേസ് സീക്വൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഫേസ് സീക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു മെഷർ ഹൈ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻസ്? ഹൈ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻസ് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും? പൾസ് ആണോ, ഇഗ്നിഷൻ ട്രാൻസ്ഫോമർ ആണോ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ? ഓപ്ഷൻ സി, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പവർ ലോസ് ഈസ് അസസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ? ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് കോർ ലോസ്. ഏതാണ്? കോർ ലോസ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് കോർ ഓഫ് എ പവർ ട്രാൻസ്ഫോമർ? പവർ ട്രാൻസ്ഫോമറിൻ്റെ കോർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണ്? കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ്. കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following reduces vibration, chattering, noise, wear and heat in the armature of starter? Electromagnet ആണോ, ഷെയ്ഡിംഗ് കോയിൽ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, ഹോൾഡിംഗ് ലോക്ക്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഷെയ്ഡിംഗ് കോയിൽ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, നോ വോൾട്ട് കോയിൽ യൂസ്ഡ് ഇൻ സ്റ്റാർട്ടർ ഈസ് മീൻഡ് ടു പ്രൊട്ടക്ട് ദി മോട്ടർ എഗെയിൻസ്റ്റ് എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആണോ, ഓപ്പൺ സർക്യൂട്ട് ആണോ, എക്സസ് കറണ്ട്, ലോ വോൾട്ടേജ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ലോ വോൾട്ടേജ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ പെർമിസിബിൾ ലോഡ് ഫോർ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് ആസ് പെർ IE റൂള്? ഏതായിരിക്കും പെർമിസിബിൾ ലോഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, 800 വാട്ട്. 800 വാട്ട് ആയിരിക്കും. 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ദ ഡിസ്ക് പിൻ ഇൻസുലേറ്റർ ഔട്ടർ സർഫസ് ഈസ് മെയ്ഡ് ബൈ ഗ്ലേസിംഗ് ആൻഡ് ബെൻഡ് ദ സൈഡ്സ് ഇൻവേർഡ്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഡിസ്ക് പിൻ ഇൻസുലേറ്ററിൻ്റെ ഔട്ടർ സർഫസ് ഈസ് മെയ്ഡ് ബൈ ഗ്ലേസിങ്ങും അതുപോലെ ഒരു സൈഡ് ഇൻവേർഡ് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബെൻഡ് സൈഡ്സ് ഇൻവേർഡ്? എന്തുകൊണ്ടായിരിക്കും? ടു വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജ് ആണോ, നോട്ട് ടു അട്രാക്ട് ബേർഡ്സ് ടു സിറ്റ് ഓൺ ഇറ്റ് ആണോ, ടു ഓഫർ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ, ടു ഡിസേബിൾസ് കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ ഇൻ റെയിനി സീസൺ? ഓപ്ഷൻ ഡി ആണ്, ടു ഡിസേബിൾ കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ ഇൻ റെയിനി സീസൺ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് AC ട്രാൻസ്മിഷൻ ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്? യൂണിവേഴ്സലി അഡോപ്റ്റഡ് ആയിട്ടുള്ള AC ട്രാൻസ്മിഷൻ ഏതാണ്? 3 phase 3 wire. 3 phase 3 wire. What is the name of conductor used in overhead lines? Overhead lines യൂസ് ചെയ്യുന്നതാണ് ACSR കണ്ടക്ടർ. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു അച്ചീവ് മാക്സിമം അക്യുറസി ഇൻ മെഷർമെൻറ്റ് യൂസിങ് അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്? കീപ്പ് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണോ, കീപ്പിംഗ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണോ, യൂസ് ഷോർട്ട് കണക്റ്റിംഗ് ലീഡ്സ് ആണോ, പ്രൊവൈഡ് കറക്റ്റ് ഡാമ്പിംഗ് സിസ്റ്റം ആണോ?
എങ്ങനെ ഒരു മാക്സിമം അക്യുറസി മെഷർമെൻറ്റിൽ നമുക്ക് അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ബൈ കീപ്പിംഗ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഡാമ്പിംഗ് ടോർക്ക് ഈസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ ബി എഡ്ഡി കറണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ, മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ മൂവിംഗ് കോയിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ DC. 19ാമത്തെ ക്വസ്റ്റ്യൻ, ELCBയുടെ ഫുൾ ഫോം എന്താണ്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCB ആർ സ്പെഷ്യലി യൂസ് ടു ഡിസ്കണക്ട് ദി സപ്ലൈ അണ്ടർ, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് കണ്ടീഷനാണ്? അണ്ടർ ഗ്രൗണ്ട് ഫോൾട്ട് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് പഠിക്കുക. നമ്മളിതിൻ്റെ 70 ഡേയുടെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഫുൾ പോർഷൻസ് കവർ ചെയ്യാനാണ്. നമ്മൾ ഈ ആഴ്ച പഠിക്കുന്ന മൊഡ്യൂൾ 6 ആണ്, AC മെഷീൻസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ എക്സാം സൺഡേ ആയിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ AC മെഷീൻസ് പഠിക്കാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫുൾ സിലബസ് വൈസ് ക്ലാസ്സസ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈൻമാൻ്റെ ഒരു പുതിയൊരു ബാച്ച് നമ്മൾ ഒക്ടോബർ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്